വീഡിയോയിൽ എടുക്കാൻ മുടിയാതെ തമ്പി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു മനുഷ്യൻ വന്നു. അയാളിപ്പോൾ എന്നെ എടുത്ത് എറിഞ്ഞാനകത്തത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ കോയമ്പത്തൂർ സീരീസിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഷോപ്പിങ്ങും കോയമ്പത്തൂർ സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ ഫുഡ് കഴിക്കാനാണ് നമ്മുടെ പരിപാടി. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് കോയമ്പത്തൂർ സീരീസിലെ ഫസ്റ്റ് ഡേ ആണ്. എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാനുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ കോയമ്പത്തൂർ. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് അവരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇന്ന്. സോ ഷൂട്ടിനൊക്കെ അപ്പുറത്ത് ഈ ഒരു സീരീസ് ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ലെറ്റ്സ് എക്സ്പ്ലോർ കോയമ്പത്തൂർ. Some would say it's all too late when the fire is all burnt out. ഇന്നത്തെ പരിപാടി ആദ്യം നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. കോയമ്പത്തൂരൊക്കെ വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ മസാല ദോശ, ഫിൽറ്റർ കോഫി ഇതൊക്കെയാണല്ലോ അതിൻ്റെ രീതി. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഒരു മസാല ദോശയും ഫിൽറ്റർ കോഫി അടിച്ചിട്ട് ബാക്കി പരിപാടി കഴിക്കാം. നമ്മളിവിടെ പോകുന്ന വഴിക്ക് ഒരു ആനന്ദ ഭവനുണ്ട്. അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദോശ ഈ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നത്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചി കോയമ്പത്തൂർ ഹൈവേ ഇതുവഴിയാണ് നമുക്ക് ഗാന്ധിപുരത്ത് എത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ കർപ്പകം കോളേജ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കർപ്പക ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇതൊരു ഹൈവേ ആണ്. നമ്മളെ കൊച്ചി ബാംഗ്ലൂർ ഹൈവേ കോയമ്പത്തൂർ കണക്ട് ചെയ്യുന്നൊരു സ്ഥലമാണത്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി, പാലക്കാട്, തൃശ്ശൂർ, കൊച്ചി. റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേലം, ബാംഗ്ലൂർ ഹൈവേ ആണ്. അപ്പോൾ നമുക്ക് നേരെയാണ് പോകേണ്ടത്. നമ്മുടെ ഊട്ടി നീലഗിരി ഹിൽസ് ഇല്ലേ, അതിൻ്റെ ആ ഒരു താഴ്വര വരുന്ന, അതായത് അതിൻ്റെ അടിയിൽ വരുന്ന ഒരു സിറ്റിയാണ് കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം അതുപോലെ മഞ്ഞുണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ മഴക്കാലവും ഈ തണുപ്പ് വിൻ്റർ സീസണൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. നമുക്കിവിടെ വിട്ട് പോകാനൊന്നും തോന്നില്ല. ഒരു 4-5 വർഷം മുന്നേ ബാംഗ്ലൂർ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നോ അതുപോലത്തെ ക്ലൈമറ്റാണ് ഇവിടെ കോയമ്പത്തൂരുള്ളത്. പിന്നെ അടുത്ത് ഇവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഇപ്പോൾ കുഴപ്പമില്ല. ഇവിടെ ഉക്കടത്ത് നമ്മളെ ഫ്ലൈ ഓവർ ഇതല്ല പണിയെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാഫിക് ഒന്നും നമുക്ക് അത്ര അറിയണില്ല. അവിടെയാണ് നമ്മുടെ ആനന്ദ. ഞാൻ നേരത്തെ ആനന്ദ ഭവൻ എന്നാണ് പറഞ്ഞത്. ആനന്ദസായിരുന്നു, സോറി, ആളുമായി. ഈ കാണുന്നതാണ് ആനന്ദ. എത്ര മെനു കാർഡ് നോക്കി കഴിഞ്ഞാലും അവസാനം മസാല ദോശ അല്ലെങ്കിൽ ഗീ റോസ്റ്റ്. അപ്പോൾ 2 ഗീ റോസ്റ്റ് ഇത് അടിപൊളി. ഇവിടുത്തെ അല്ലെങ്കിലും എല്ലാ സാധനങ്ങളും അടിപൊളിയാണ്. ഉച്ചയ്ക്ക് കഴിച്ചാലും രാത്രി കഴിച്ചാലും. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഒരു സർവീസ് തന്നെയാണ് കേട്ടോ. ലൈക്ക് നമുക്ക് പരിചയമുള്ള ആൾക്കാരെ പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്. എന്തെങ്കിലും കുറവുണ്ടോ, ഫുഡൊക്കെ എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഇനി വേണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആ ഒരു സ്നേഹം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇവിടുത്തെ സർവീസ് എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി. நான் எப்போவுமே இங்கே தான் சாப்பிடுவேன். நான் இங்கே பக்கத்தில் ஈச்னாரி தான் இருக்கேன். ஆமாம், நான் இங்கே ஹிந்துஸ்தானில் தான் படித்தேன். அப்போது நான் இங்கே அடிக்கடி வரும்போது இங்கே தான் நான் சாப்பிடுவேன். ഫുഡെല്ലാം നല്ല ഇരുந்துச்சு. ഓക്കെ ഓക്കെ. ഏതോ വലിയ വ്ളോഗർ വന്നിരിക്കുകയെന്നാണ് അളിയന്മാരെ വിചാരം. മെയിൻറ്റെയിൻ ചെയ്ത് പോവും, അത്ര തന്നെ. ഇവിടെ നിന്ന് ഊട്ടി 90 കിലോമീറ്റർ, സത്യമംഗലം 72, ഗാന്ധിപുരം 7, മൈസൂർ 203. അപ്പോൾ ഊട്ടിയൊക്കെ ഭയങ്കര അടുത്താണ്. ലൈക്ക് 1.5 hour അത്രയൊക്കെ എടുക്കുള്ളൂ. ഇവിടെ പഠിക്കുന്നവർക്കും, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വീക്കെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഊട്ടി വിളിക്കും. ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ. പിന്നെ ഇവിടെ വാൽപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പൊള്ളാച്ചി കഴിഞ്ഞിട്ട്. അതും അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ അടിപൊളിയാക്കി. അതുകൊണ്ട് ഇവിടെ വാക്ക് വേയും അതേപോലെ തന്നെ ഈ ലേക്കിൻ്റെ സൈഡൊക്കെ കംപ്ലീറ്റ് അടിപൊളിയാക്കിയിട്ടുണ്ട്. പണ്ടിത് ശരിക്കും പറഞ്ഞ ഒരു കാട് പോലെ കിടന്ന സ്ഥലമാണ്. നമ്മൾ ആർക്കും വേണ്ട കിട്ടുന്ന സ്ഥലമാണ്. ഇപ്പോൾ അത്യാവശ്യം അടിപൊളിയാക്കിയതാണ്. കുറേ പ്രതിമയൊക്കെ വെച്ച് വാക്ക് വേയും ആൾക്കാർക്ക് ഈവനിങ് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ കണക്കിനുള്ളൊരു കിടിലൻ സ്പോട്ടാക്കിയിട്ടുണ്ട് അവർ. സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ ഫ്ലൈ ഓവേഴ്സ്, ഇതുപോലത്തെ സ്പേസുകൾ, ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കോയമ്പത്തൂർ. ഇതുപോലത്തെ വാക്ക് വേയും ഈവനിങ് ഒക്കെ പോയി ചെയ്യാൻ പറ്റിയ അടിപൊളി കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ 1-2 പോയി വിസിറ്റ് ചെയ്യുന്നതന്നെ. ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കോയമ്പത്തൂർ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഒരു 2-3 വർഷത്തിനുള്ളിൽ കോയമ്പത്തൂർ വന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ. ഇത് ആത്തുപ്പാളയം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഫ്ലൈ ഓവർ സ്റ്റാർട്ടാവുന്നത്. ശരിക്കും ഈ പണി നടക്കുന്നതിന് മുന്നേ ഈ ആത്തുപ്പാളയം തൊട്ട് നമുക്ക് ഉക്കടം വരെ ഏകദേശം 1 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ. പക്ഷേ അത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് കറങ്ങി പോകണം. ബസ്സൊക്കെ ചുറ്റിയാണ് പോകുന്നത്. ഏകദേശം 1/2 മണിക്കൂർ അവിടെ തന്നെ പോകും. ഈ ഫ്ലൈ ഓവർ വന്നപ്പോഴത്തേക്കും ട്രാഫിക്കും കുറഞ്ഞു. പെട്ടെന്ന് ഉക്കടം പോകണമെന്നുള്ള ആൾക്കാർക്ക് താഴെക്കൂടെയും പോകാം,
ഇനി ഉക്കടം ക്രോസ് ചെയ്യണമെന്നുള്ളവർക്ക് ഈ ഫ്ലൈ ഓവർ കൊടുക്കാൻ പറ്റും. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ടൊക്കെ 3/4 മണിക്കൂർ എടുക്കും ഇതുവഴിയൊക്കെ പോകുമ്പോൾ. മാത്രമല്ല ഈ പാലം പണി നടക്കുന്നുണ്ടേ, ഈ പൊടി ഭയങ്കര പൊടിയാണ്. ഇവിടെ നിന്ന് വന്നിട്ട് പോയി കഴിഞ്ഞാൽ കറുത്തിരിക്കും, മുഖം കഴിക്കഴിഞ്ഞാൽ ഒരു ചെളിവെള്ളം കണക്കിരിക്കും, ഭയങ്കര പൊടി. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുമോ, എന്തായാലും ഞാനത് താഴെ കൂടെ പോയിരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ശരിക്കും ഒരു ലേക്കുണ്ട്. ഇത് ഈ കാണുന്ന ഈ വലിയ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്, മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ലേക്കാണ്. ഇത് മറ്റേ നാച്ചുറൽ സാധനമൊന്നുമല്ല, ഇത് ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഈ ലെഫ്റ്റൊക്കെ കണ്ട ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു പാർക്കും. ഇത്രയും ചൂടിൽ ഈ തണലത്തൊക്കെ വന്നിരിക്കും ഭയങ്കര ആശ്വാസമാണ്. ഈ സമ്മർ സീസൺ ഈ ഒരു ടൈമൊക്കെ ഭയങ്കര ചൂടായിരിക്കും. ഈ മരത്തിൻ്റെ താഴേക്ക് വരും ഭയങ്കര ആശ്വാസമാണ്, നല്ല തണുപ്പും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയാണ്. ഈ ചൂടിനൊക്കെ റഷ് ചെയ്ത് വന്ന് ഈ മരത്തിനടിയിലോട്ട് വണ്ടി ഇങ്ങനെ കയറുമ്പോഴത്തേക്കൊരു കണ്ണിനും മനസ്സിനൊക്കെ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഇപ്പോൾ നല്ല കുറച്ച് വെയിലാണ്, തമിഴ്നാട്ടിൻ്റെ ചൂട് അറിയാമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഈ ബൈക്കിലൊക്കെ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഷോപ്പിംഗ് കുറച്ച് ഡ്രസ്സും പിന്നെ ഇവന് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാനുണ്ട്, ഡ്രസ്സും ഷൂസൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 4 മണി ആ സമയമാകുമ്പോഴത്തേക്കും സ്ട്രീറ്റ്സിലോട്ട് ഇറങ്ങണം. ആ സമയത്താണ് ശരിക്കും സിറ്റിക്കകത്ത് ഹാപ്പനിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഭയങ്കര ഓണായിരിക്കും സിറ്റി. ഇതാണ് കോയമ്പത്തൂരുള്ള നമ്മുടെ ഗാന്ധിപുരം 100 ഫീറ്റ് റോഡ്. ഇവിടെ ഞാൻ വിചാരിച്ച പോലെയല്ല, ഞാൻ വൈകിട്ടായിരിക്കും നല്ല തിരക്കെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല ക്രൗഡുണ്ട്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കാലുകുത്താൻ സ്ഥലം ഉണ്ടാവില്ല. ഈ ഒരു 100 ഫീറ്റ് റോഡ് ഫുൾ കംപ്ലീറ്റ്ലി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ച കാണാൻ പറ്റും. ഇതാണ് നമ്മളെ കട. ഇവിടെ നിന്നാണ് ഞാൻ സാധാരണ പണ്ട് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇതൊരു ഫാക്ടറി ഔട്ട്ലെറ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സാധനങ്ങൾ, ബ്രാൻഡഡ് സാധനങ്ങൾ നമുക്ക് പൈസ കുറച്ച് കിട്ടും. ഇത് അത്യാവശ്യം അടിപൊളിയായിട്ടൊരു കടയാണ് കേട്ടോ. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്നാണ് ഷൂസൊക്കെ മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോക്കൽ കടയിലൊക്കെ നിന്നിട്ട് ഒരു ഷൂ മേടിക്കുമ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1500-2000 രൂപ വരും. ആ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രാൻഡഡ് ഷൂ കിട്ടും. ഒരു വുഡ്ലാൻഡോ അഡിഡാസോ നൈക്കിയോ അങ്ങനത്തെ ആ ഒരു ബ്രാൻഡഡ് ഷൂസൊക്കെ കിട്ടും നിങ്ങൾക്ക്. അപ്പം ഇവിടെ പഠിക്കാൻ പറഞ്ഞ സ്റ്റുഡൻസിനും അത്യാവശ്യം പർച്ചേസിനൊക്കെ വരാൻ പറ്റിയൊരു കടയാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളല്ലേ നമ്മൾ മേടിക്കുക. അപ്പോൾ ഡെയിലി യൂസിനായിക്കോട്ടെ, കോളേജസിൽ എല്ലാ ദിവസവും ഇടാൻ വേണ്ടിയിട്ടും അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ല ഷൂസൊക്കെ ഈ കടയിൽ കിട്ടും. അപ്പോൾ ഈ കടയുടെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനേ ഉള്ളൂ. ഇതാണ് നമ്മളെ കടയിൽ അണ്ണൻ. അപ്പോൾ അണ്ണൻ്റെ അടുത്ത് നമുക്ക് പ്രൈസും ഏതൊക്കെ ബ്രാൻഡ്സാണ് ഉള്ളതെന്ന് ചോദിക്കാം. അണ്ണാ ഹായ് അണ്ണാ, அஸ்வின். உங்கள் பேர்? யாசிர் ஆராஃபி. ஓகே அண்ணா, இந்த கடையில் என்னென்ன பிராண்ட்ஸ் இருக்கும் ஷூஸ் பார்த்தீங்கன்னா? ப்ரோ லெதரில் எடுத்தோம்னா வுட்லேண்டு, டிம்பர்லேண்டு, கிளாக்ஸு அந்த மல்டி பிராண்ட் எக்ஸ்போர்ட் பிராண்ட் எல்லாமே இருக்குது. ஓகே. ஸ்போர்ட்ஸில் பார்த்தா அடிடாஸ், பியூமா, நைக்கு, ஹண்ட்ரா, சவுகானி, சூப்பரா, டிசி. ஓகே. இதோட ப்ரைஸ் ரேஞ்ச் எல்லாம் எவ்வளோ வருது? சார் 30 to 70% வரைக்கும் வருது. இப்போ ஒரு எம்ஆர்பியிலேருந்து ஓகே 1350 ஸ்டார்டிங் இருக்குது. 1350 ஸ்டார்டிங் இருக்குது. ஓகே. இப்போ ஷூஸ் மட்டும் இல்லைல்ல, கேஷுவல் ஷூ, ட்ரெக்கிங் கூட இருக்குல்ல உங்களுக்கு? அவுட்டோர் ஷூ, ட்ரெக்கிங் ஷூ. க்ராக்ஸ் எல்லாம் எந்த ரேஞ்சில் வருது? க்ராக்ஸ் இது இப்போ லேட்டஸ்ட் மாடல் தான் இருக்கும், 2050 அந்த மாதிரி இருந்தே இருக்குது. ഇവിടെ കാഷ്വൽസ് മാത്രമല്ല ഫോർമൽസും ഉണ്ട്. ഫോർമൽസ് അത്യാവശ്യം ക്ലാക്സ്, ഐഡി എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ്സിൻ്റെ നല്ല ഷൂസ്. കോളേജിലൊക്കെ ഫോർമൽസും നമ്മളെ യൂണിഫോം ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു ഫോർമൽ ഷൂസാണ് വേണമെന്ന് പറയാം. അപ്പോൾ നമ്മൾ വെറുതെ ഓൺലൈനിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതിലും പ്രൈസ് ഉണ്ടാവും, അത്യാവശ്യം നല്ല ബ്രാൻഡൊക്കെ നോക്കുമ്പോൾ. ഇവിടെ നമുക്കൊരു 1500-2000 രൂപയ്ക്ക് നല്ല ഷൂസ് കിട്ടും. ഈ ഷർട്ടൊക്കെ ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചെറിയ പ്രൈസിന് ഫാക്ടറി ഔട്ട്ലെറ്റ് പ്രൈസിന് നമുക്ക് കിട്ടും. ഇപ്പോൾ നാട്ടിലേക്ക് പോകാനും നാട്ടിൽ നിന്ന് കോയമ്പത്തൂരേക്ക് വരാനായിട്ട് 3 മേജർ സ്ഥലങ്ങളാണുള്ളത്. അതിലൊന്നാണ് ഗാന്ധിപുരം, പിന്നൊന്ന് ഉക്കടം, പിന്നൊന്ന് സിംഗാനല്ലൂർ. ഈ 3 സ്ഥലങ്ങളിലാണ് മേജർ ബസ് സ്റ്റാൻഡ്സ് വരുന്നത്. ഇവിടെ ഗാന്ധിപുരത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 3 ബസ് സ്റ്റാൻഡുണ്ട്. ഒന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, പിന്നെ ഒന്ന് ഒമ്നി ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ്, നമ്മുടെ എന്താ പറയുക പ്രൈവറ്റ് ബസ്സസിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട്, പിന്നെ ഒന്ന് KSRTC സ്റ്റാൻഡുണ്ട്. അതേപോലെ തന്നെ ഉക്കടത്തും ഒരു മെയിൻ സ്റ്റാൻഡാണ് വരുന്നത്. പിന്നെ സിംഗനല്ലൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട് സൈഡിലോട്ടൊക്കെ ഉള്ള സ്റ്റുഡൻസിന് അവിടെ നിന്നായിരിക്കും ബസ്. ഇനി അടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. ഇവിടെ ഉക്കടത്ത് ഒരു സ്പോട്ടുണ്ട്, HMR ബിരിയാണി എന്ന് പറയും. കോയമ്പത്തൂർ വന്നിട്ടുള്ളതും ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, കാര്യം അത്രയും ഫേമസ് ആണ് HMR ബിരിയാണി. അപ്പോൾ നമുക്ക് ആ ബിരിയാണി കഴിക്കാനായിട്ട് പോവാം. ആ ഒരു ലൊക്കേഷൻ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് സ്ട്രീറ്റാണ്. അവിടെ ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ഫുഡ് കിട്ടും. 24/7 അവിടെ ഓപ്പൺ ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫുഡ് സ്ട്രീറ്റ്. ഉക്കടത്ത് നിന്ന് ഏകദേശം 100 മീറ്ററൊക്കെ വരുള്ളൂ. നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ
തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു സ്ട്രീറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ തന്നെയാണ് ആബിദ ബിരിയാണി, HMR ബിരിയാണി, അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. നമ്മൾ നേരെ HMRലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, ഉച്ചയ്ക്ക് സ്കിപ്പായി. നമ്മൾ ലേറ്റായി രാവിലെ ഫുഡ് കഴിച്ച കാരണം നമുക്ക് വിശപ്പൊന്നും തോന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് വിശക്കുമ്പോൾ കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. കോയമ്പത്തൂരൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്ന ഒരുപാട് പേരുടെ വിഷ് ലിസ്റ്റിലുള്ളതാണ് ഈ HMRഉം ആബിദ ബിരിയാണിയും ഒക്കെ. അപ്പോൾ അത്രയും ഫേമസ് ആണ്. അവരുടെ ഫുഡ് ഒട്ടും മോശമല്ല. ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ ടേസ്റ്റ്, അത് തന്നെയാണ് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. HMRന് അന്നും ഇന്നും എന്നും ഒരേ ടേസ്റ്റ്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഗാന്ധിപുരത്ത് തന്നെ കുറേ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. നമ്മൾ 100 ഫീറ്റ് റോഡ്, അതേപോലെ തന്നെ 1-2 മേജർ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് പോയി ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂർ റേസ് കോഴ്സിലാണ്. അത്യാവശ്യം പോർഷ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് റേസ് കോഴ്സ്. വലിയ വലിയ ബ്രാൻഡ്സിൻ്റെ ഷോറൂംസും അതേപോലെ തന്നെ ഒരുപാട് നല്ല കഫേസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ റേസ് കോഴ്സ് എന്ന് പറയുന്നത്. സോ വൈകിട്ട് സമയങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ജോഗിങ്ങിനും നടക്കാനും എക്സസൈസ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണത്. നല്ല മരങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം അടിപൊളി ആംബിയൻസിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കോയമ്പത്തൂർ സ്മാർട്ട് സിറ്റി പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഈ റേസ് കോഴ്സ് എന്ന് പറയുന്നത്. പേഴ്സണലി വൈകിട്ട് കാലത്ത് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ പൊല്യൂഷനും നോയ്സൊക്കെ വിട്ട് ഈ ഒരു പച്ചപ്പും തണലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നിക്കുന്ന ഒരു സ്ഥലമാണ് റേസ് കോഴ്സ്. മാത്രമല്ല അതിനകത്തുള്ളൊരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കാർസും അതേപോലെ തന്നെ ബൈക്സൊക്കെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്കൊരു 911 കാണാനായിട്ട് പറ്റി. പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്യാമറ ബാഗിലായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ ഫൺ പാർട്ടൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന സമയം ഒരു 6 മണി 5:30-6 മണിക്കാണ്. പക്ഷേ ഇപ്പോഴാണ് ഒന്ന് ശരിക്കും ഓണായത്. ഒരു 7 മണി 7:15 ആയപ്പോഴത്തേക്കാണ് കംപ്ലീറ്റ്ലി ഈ കച്ചവടക്കാരും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ബ്രാൻഡ്സിന് തന്നെ വലിയ വലിയ ഷോറൂംസ്. ഇതേ അവിടെ ആ കാണുന്നത് വാൻ ഹ്യൂസൻ്റെ ഷോറൂമാണ്. അത്യാവശ്യം വലിയ ഷോറൂമാണ് വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, കഫേ കോഫി ഡേ ഉണ്ട്. പിന്നെ ഒരുപാട് കഫേസ് ഉണ്ട് അവിടെ. അതാണ് ഒരു ഹൈലൈറ്റ്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡ്രങ്കൺ മങ്കി ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും അവിടെ. ആ ഒരു കട അടിപൊളിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഗിഫ്റ്റൊക്കെ റെഡിയാക്കി കൊടുക്കുന്ന പയ്യൻ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അവർ റെഡിയാക്കി തരും. കൊള്ളാം. നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരൊക്കെ എങ്ങനെയാണ്? ഞാൻ അർജുൻ, ഹാരിസൺ, ഐമൻ. ഓക്കെ. ഇവർ ഏത് കോളേജിൽ പഠിക്കാൻ ചോദിച്ചപ്പോഴത്തേക്ക് സ്കൂളിൽ പഠിക്കണം. ഇവിടെയാണോ നിങ്ങളുടെ സ്കൂള്? ഇവിടെ പോയി റൈറ്റ് എടുത്താ. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ട എൻ്റെ ചേട്ടനെ അറിയുള്ളൂ, നിങ്ങളെല്ലാവരും കാണുമ്പോഴത്തേക്കും. ഓക്കെ. അപ്പോൾ ചുമ്മാ വാക്കിന് ഇറങ്ങിയാണോ? ഓക്കെ. സൺഡേ ഒക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ലാൻ വേണ്ടി ഇറങ്ങിയല്ലേ? ശരി, ഓക്കേടാ, കാണാം. ഏതൊക്കെ കട കണ്ടു കഴിഞ്ഞാലും എൻ്റെ ഫേവറേറ്റ് കട ഇതാണ്. ബ്രോ ഇതെല്ലാം എவ்வளோ റേറ്റ് വരുന്നത്? 160. ഇതെല്ലാം എൻ്റെ പീസ്ഫുൾ ആയിട്ടുള്ള റേസ് കോഴ്സ്. ഇത് ഉത്സവ പറമ്പ്. ഭയങ്കര തിരക്കാണല്ലോ സൺഡേസിൽ ഇവിടെ. 6 മണി വരെ ഓക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുൾ ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത് ഗാന്ധിപുരത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ, അതായത് ക്രോസ് കട്ട് റോഡ് അല്ലെങ്കിൽ 100 ഫീറ്റ് റോഡിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കിനി ഇവിടെ കോയമ്പത്തൂർ പഠിക്കാൻ വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഡ്രസ്സോ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളായിക്കോട്ടെ വാങ്ങിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് ഗാന്ധിപുരം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷം നോക്കാം. ഇത് നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന പയ്യനാണ്. അണ്ണൻ വടാപ്പാവ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് കൊടുക്കണം. അപ്പം പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഗാന്ധിപുരത്തെ 100 ഫീറ്റ് റോഡ് അല്ലെങ്കിൽ ക്രോസ് കട്ട് റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സിൻ്റെ ഷോറൂംസും അതുപോലെ തന്നെ വഴിയോര കച്ചവടങ്ങളൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ക്രോസ് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങളിതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗാന്ധിപുരത്തെ ക്രോസ് കട്ട് റോഡ് എന്ന് പറയുന്നത്. ഇവിടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഇവിടെ ഇല്ലാത്ത ബ്രാൻഡ്സ് കുറവാണ്. എല്ലാത്തിനും ഷോറൂം ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ അതുപോലത്തെ കടകൾ, അവിടെ കുറച്ച് ബെൽറ്റൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ഇങ്ങനത്തെ ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര ക്രൗഡ് ഭയങ്കര കുറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഏതോ ഫെസ്റ്റിവൽ ടൈമാണ് ഞാൻ വന്നത്. പൊങ്കൽ സമയത്ത് കണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നും കാല് കുത്താൻ സ്ഥലമില്ല. നടക്കണമെങ്കിൽ പോലും എക്സ്ക്യൂസ് മീ, ഹലോ ഒന്ന് മാറുമോ എന്നൊക്കെ ചോദിച്ചു വേണം നടക്കാൻ. ഇവിടെ മൊത്തം കടകളും ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ മൊത്തം ഈ ചെറിയ ചെറിയ ഇതുപോലുള്ള കടകളൊക്കെ വെച്ചിട്ട് ഭയങ്കര റഷായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും കോയമ്പത്തൂർ വരികയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പഠിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പിനായിക്കോട്ടെ, നിങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗാന്ധിപുരം എന്ന് പറയുന്നത്. അത് ഗാന്ധിപുരത്ത് മെയിനായിട്ടും ഈ 100 ഫീറ്റ് റോഡ് അല്ലെങ്കിൽ ക്രോസ് കട്ട് റോഡ്. നിങ്ങൾ നേരെ ഗാന്ധിപുരം ലൊക്കേഷൻ ഇടുക, ഇങ്ങോട്ട് വരിക. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര എന്താ പറയുക, ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ്.
അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വന്ന് ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് കാണുക, ഈ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അത് ശരിക്കും അടിപൊളിയാണ്. സോ ഗായ്സ്, ഈ കാണുന്നതാണ് ഗാന്ധിപുരം ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അവിടുത്തെ അതാണ് ക്രോസ് കട്ട് റോഡ്. അപ്പോൾ അവിടെ നടന്ന് നമ്മൾ ഈ ജംഗ്ഷനിലേക്ക് വന്നേക്കാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ടൗൺ ബസ് സ്റ്റാൻഡ് വരുന്നത്. കോയമ്പത്തൂർ എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഇവിടുന്ന് ബസ്സസ് അവൈലബിൾ ആണ്. ഈവൻ സിട്ര ആയിക്കോട്ടെ, എയർപോർട്ട് സൈഡിലായിക്കോട്ടെ, മരുതമല ആയിക്കോട്ടെ, ഇനി ഊട്ടി സൈഡിലേക്ക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ മലൂച്ചമ്പട്ടി, പൊള്ളാച്ചി സൈഡിലോട്ടുള്ള എല്ലാ സ്ഥലത്തേക്കുള്ള ബസ്സും ഇവിടെ അവൈലബിൾ ആണ്. ഈ കോയമ്പത്തൂർ ലോക്കൽ കിടന്ന് ഓടുന്ന ബസ്സൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി കുറച്ചൊരു 100 മീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഔട്ട് സ്റ്റേഷനിലോട്ടുള്ള ബസ്സസൊക്കെ അവൈലബിൾ ആണ്. ആ സിഗ്നലിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ ആ ക്രോസ് കട്ട് റോഡ് വരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ റോഡിൽ, ഇവിടുത്തെ റോഡിലാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡും വരുന്നത്. അപ്പോൾ എല്ലാം അടുത്തടുത്താണ്. ഒരു 100 മീറ്റേഴ്സ് 80 മീറ്റേഴ്സ് ഡിഫറൻസിലാണ് ഈ പറഞ്ഞ എല്ലാ ബസ് സ്റ്റാൻഡും സംഭവങ്ങളൊക്കെ വരുന്നത്. ഇനി നമ്മുടെ ട്രാവൽസൊക്കെ ഇല്ലേ, പ്രൈവറ്റ് ട്രാവൽസ്, A1 ട്രാവൽസും നാട്ടിൽ നിന്നൊക്കെ വരുന്ന പ്രൈവറ്റ് ബസ്സസൊക്കെ അവിടെ ആയിരിക്കും അവരുടെ ബോർഡിംഗ് പോയിന്റും സംഭവങ്ങളൊക്കെ. അവിടെ വന്ന് പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഗാന്ധിപുരത്ത് 100 ഫീറ്റ് റോഡിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ലക്ഷ്മി വിൽസിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഈ ലക്ഷ്മി വിൽസും ഗാന്ധിപുരം റേസ് കോഴ്സ് ഒക്കെ പോലെ ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഇതിനുള്ളിൽ ശരിക്കും ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ബ്രാൻഡ്സിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ്സിൻ്റെ വലിയ ഷോറൂംസ് ആണുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ ബ്രാൻഡ്സാണ് ഇവിടെ ഉള്ളത്, ഇതിൻ്റെ ഉള്ളിലെ പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ലക്ഷ്മി മിൽസിൻ്റെ ഉള്ളിൽ ഇത്രയധികം ബ്രാൻഡ്സിൻ്റെ ഷോറൂമാണുള്ളത്. ഇതൊന്നും കൂടാണ്ട് ലുലുവിൻ്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഹൈപ്പറിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നേരെ വിടാം. അതായത് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ മിനിസോൻ്റെ ഒരു ഷോറൂം കാണാം. ഇത്രയും വലിയൊരു ഷോറൂം ഞാൻ വേറെ ഒരിടം കണ്ടിട്ടില്ല കേട്ടോ. അടുത്ത് ഐ ലവ് കോയമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് സ്റ്റാർബക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണത്. നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അതേപോലെ തന്നെ കുറച്ച് കോഫിയൊക്കെ കുടിച്ച് വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണത്. പിന്നെ ഉള്ളിൽ ലിവേഴ്സിൻ്റെ ഒരു ഷോറൂമുണ്ട്. അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് കാണുന്നത് രാംരാജിൻ്റെ ഷോറൂമാണ്. ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഫെയർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം, അറിയില്ല. ഇവിടെ ചിൽഡ്രൻസിൻ്റെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അവർക്ക് റൈഡൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. പാമ്പ് അണ്ണ ഓടിയത്. ഇതുവഴി നമ്മൾ നേരെ വരുമ്പോൾ ഇവിടെ കാണുന്നതാണ് ലുലു ഹൈപ്പർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റൗണ്ട് നടന്നു വന്നിട്ട് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് പരിപാടിയെന്ന് നോക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഇത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ക്രൗഡ് ഉണ്ടാവും, നിങ്ങൾ വെച്ച് അതൊക്കെ ഒന്ന് എറേസ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ വഴി ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ മാക്സിൻ്റെ ഒരു ഷോറൂമുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഷോറൂം അല്ല കേട്ടോ, അത്യാവശ്യം വലിയൊരു ഷോറൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ആയി കഴിഞ്ഞാലും. ഇവിടെ നാരായണ ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോഫിയും സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്ഥലം. നമ്മളിതേ നടന്ന് സ്റ്റുഡിയോയുടെ ബാക്ക് സൈഡിലെത്തി. ഇത് മുമ്പേ ഉള്ളതാണ് ഈ സ്റ്റുഡിയോ. വെസ്റ്റ് സൈഡൊക്കെ ഇവിടെ പണ്ട് തൊട്ടേ ഉള്ള ഷോറൂമാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ്, അതേപോലെ തന്നെ അഡിഡാസ്, അങ്ങനത്തെ ബ്രാൻഡ്സൊക്കെ ഇപ്പോൾ പുതുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അവർ കൊണ്ടുവന്നതാണ് ഇതിനുള്ളിൽ. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റും. ഇത് മുമ്പേ ഉള്ളതാണ്. ഞാൻ ഇവിടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ സ്പോട്ടൊക്കെ ഉണ്ട്. ആ ബിൽഡിങ്ങാണ് വെസ്റ്റ് സൈഡിൻ്റെ ബിൽഡിങ്. അതുപോലെ തന്നെ ഇത് ക്രോമയുടെ ഒരു ഷോറൂമാണ്. അപ്പോൾ നേരെ തിരിച്ച് ഹൈപ്പറിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സാധനങ്ങളൂടെ മേടിക്കാനുണ്ട്. അപ്പോൾ നേരെ ഹൈപ്പറിൽ. ഇവിടെയാണ് എൻട്രൻസ്. ഉള്ളിൽ ക്യാമറ അലോ ചെയ്യുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലുലു കണക്റ്റൊക്കെ ഉള്ളത്. ഒരു വലിയ സ്പേസാണ് കേട്ടോ. ഒരു ഒറ്റ ഫ്ലോറിലായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗൈസ്, നമ്മൾ കുന്തളിപ്പ് കാരണം ഉള്ളിലത്തെ സെക്യൂരിറ്റി പിടിച്ചു. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആണ് ക്യാമറ ഒക്കെ എന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മളെടുത്ത് പുറത്തിറങ്ങുന്നതിന് മുമ്പേ ഞാൻ ക്യാമറ അടച്ചു വെച്ച് നല്ല കുട്ടിയെ പോയി ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും, കോയമ്പത്തൂർ കാണാൻ വരുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതുപോലത്തെ ഈ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് നമ്മൾ എക്സ്പ്ലോറിംഗ് സീരീസിൽ. സോ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ് അശ്വിൻ ഫ്രം ക്യാമ്പസ്മാൻ സൈനിങ് ഓഫ്. Hop off the porch, now I'm in it. Say my goodbyes, I'll be gone till I'm finished. I could do a mile in a minute, mile in a minute. Watch me do a mile in a minute, mile in a minute. And I've been on this long road, still riding. Do